കൊലക്കേസ് പ്രതി നിഖിൽ പൈലിയെ ഡിസിസി അംഗമാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കൊലക്കേസ് പ്രതികളെ കോൺഗ്രസ് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രതികൾക്കെല്ലാം ഉന്നത പദവികൾ നൽകി സംരക്ഷിക്കുന്നതെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി നിഖിൽ പൈലിയെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായി ഉയർത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നിഖിൽ പൈലിയിൽ നിലനിൽക്കുന്ന കൊലപാതക വാസനയെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് DCC നേതൃത്വം പുതിയ പദവി നൽകി ആദരിച്ചിരിക്കുന്നതെന്നും ഇതിനെതിരെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു. അധികാരത്തിന് ഹുങ്ക് ഈ കൊലപാതകത്തിൽ കൊലക്കേസിൽ പ്രതികളെ സംരക്ഷിക്കാമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൊലയാളിയായിട്ടുള്ള നിഖിൽ പൈലിയെ DCC മെമ്പറാക്കി. കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുടെ ഏതെങ്കിലും കാരണത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. തീർച്ചയായും ഒരു പ്രത്യേക പദവി കൊടുത്തു, അതാണ് പ്രത്യേകം. DCC സംഘടിപ്പിക്കപ്പെടുന്നൊരു പുതിയ കമ്മിറ്റി രൂപപ്പെടുത്തുക ആളെ ഉദ്ദേശിച്ചില്ല. ഇയൊക്കെ പ്രത്യേകമായി പദവി കൊടുത്ത് താമസപത്രം കൊടുത്ത് DCC മെമ്പറായിരിക്കുകയാണ്. രാഷ്ട്രീയമായ ക്ഷമയുടെയും സാമൂഹ്യ നീതിയുടെയും എല്ലാം എതിരായിട്ടുള്ള വെല്ലുവിളിയാണ് നടത്തുന്നത്. DCC നടപടിക്കെതിരെ SFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. യോഗം SFI കേന്ദ്ര കമ്മിറ്റി അംഗം നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 2022 ജനുവരി 10 പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടത്. അന്ന് യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റായിരുന്ന നിഖിൽ പൈലിയാണ് ധീരജിന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയത്. ഈ കേസിൽ നിലവിൽ ജാമ്യത്തിൽ കഴിയുന്ന നിഖിൽ പൈലിക്കെതിരെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ പദവികൾ നൽകിക്കൊണ്ട് കോൺഗ്രസ് നിഖിൽ പൈലിക്ക് സംരക്ഷണം ഒരുക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.